സോ ഗെയ്സ് അങ്ങനെ ഫൈനലി ഇന്ന് നമ്മളാണെങ്കിൽ എല്ലാ കൂട്ടുകാരെയും വിളിച്ചിട്ടുണ്ട്. അവർ ഏതൊക്കെ വണ്ടിയാണ് കൊണ്ടുവരാനായിട്ട് പോകുന്നതെന്ന് എനിക്ക് വളരെയധികം എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. 1 ഡിസൈൻസ് കാണുമായിരിക്കും, നല്ല നല്ല വണ്ടികൾ കാണും ഗെയ്സ്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. അതുപോലെ തന്നെ എൻ്റെ വണ്ടിയാണ് ഫുള്ളായിട്ട് നമ്മൾ ഓഫ് റോഡ് ഒരു റൈഡ് പോയതാണ്. ഫുള്ളായിട്ട് പൊടിയൊക്കെ ആയി, നമ്പർ പ്ലേറ്റ് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. എന്തായാലും ഈ ചെക്കനെ കൊണ്ടുപോയി ഒന്ന് വാഷ് ചെയ്യണം. ഞാനാണെങ്കിൽ ആ സൈഡിലോട്ട് പോയതാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ സൈഡിലായിട്ട് കാർ വാഷ് ഇല്ലെന്ന്. പിന്നെ ഞാൻ തിരിച്ച് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് കാറൊന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി നല്ല കുട്ടപ്പനായിട്ട് കിട്ടും. എന്തായാലും നമുക്ക് കഴുകാം. കഴുകിയില്ലെങ്കിൽ പരിപാടി നടക്കത്തില്ല. അതുപോലെ ഈ വീഡിയോ കാണുന്നപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട്, ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് CPM വിളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാനാണെങ്കിൽ കയറ്റിയിട്ട് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മുട്ടിച്ചപ്പോൾ തന്നെ ഫുള്ളായിട്ട് നമ്മുടെ വണ്ടി ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോഴാണ് നമ്മുടെ ചെക്കൻ ഏകദേശമൊക്കെ പക്കയായിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്തായാലും ക്ലീനിങ് ആണെങ്കിൽ മറ്റേ സാധനമൊക്കെ വരുന്നതാണ്. ഇപ്പം അതൊന്നും കാണിക്കുന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ അപ്പുറേ കൂടെ ജസ്റ്റ് ഒന്ന് കയറ്റി നോക്കി. അപ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം. അതിന് മുന്നേ തന്നെ നമ്മുടെ ടയറൊക്കെ റിപ്പയർ ചെയ്യണം. ഫുള്ളായിട്ട് നമ്മൾ ഓഫ് റോഡ് കൊണ്ടുപോയിട്ട് പോയിരിക്കുകയാണ്. പിന്നെ ഈ മല കയറാനൊക്കെ നമ്മുടെ വണ്ടി കുറച്ചധികം പാടാണ്. പിന്നെ പറ്റുമെങ്കിൽ നമ്മുടെ എണ്ണയും കൂടെ ഒന്ന് അടിക്കണം. എണ്ണ അടിച്ചില്ലെങ്കിൽ പരിപാടി നടക്കത്തില്ല. എന്തായാലും ഞാനാണെങ്കിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ നൈസായിട്ട് സെറ്റാക്കുന്നുണ്ട്. ടയറൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റണം ഗീസ് നമുക്ക്. അങ്ങനെ ഞാൻ ടയറാണെങ്കിൽ സർവീസ് ചെയ്തിട്ടുണ്ട് ഗീസ്. എന്തായാലും ഞാൻ ഇവിടെ വന്നിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് നമുക്ക് വണ്ടിയുടെ എണ്ണയൊന്ന് ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ വണ്ടി പകുതിക്ക് വെച്ച് കിടന്നു പോയാൽ പണി വാളും. അവരെല്ലാവരും വരുമ്പം ഗീസ് നാണം കെടും. എന്തായാലും എല്ലാവരെയും വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യണം. അതുപോലെ തന്നെ ചിലപ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും ഗൈസ്. അവരെല്ലാം ആൾക്കാർ പയ്യെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു ബ്രോ ആണെങ്കിൽ റെഡ് വണ്ടി ഞാൻ അവിടെ മാപ്പിൽ കണ്ടു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ ഒരു ബ്രോ വരുമ്പോൾ അറിയാനായിട്ട് പറ്റും ഏത് വണ്ടിയാണെന്നൊക്കെ. പിന്നെ ഈ എൻ്റെ വീഡിയോ കണ്ടിരിക്കുമ്പോൾ പോസ്റ്റ് ഉണ്ടോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇന്നലത്തെ വീഡിയോയിലാണെങ്കിൽ ഒരു മച്ചാൻ പറഞ്ഞു ബ്രോയുടെ വീഡിയോ ഇടയ്ക്കൊക്കെ ഭയങ്കര പോസ്റ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വേറൊരാൾ സംസാരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ആ ഒരു ബ്രോ എൻ്റെ ഒരിക്കൽ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതത് കൊണ്ടുവരാനായിട്ട് കുറച്ച് പാടുണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ച് പാടുണ്ട്. നമ്മുടെ VPN ഒക്കെ കണക്ട് ചെയ്ത് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ നെക്സ്റ്റ് വീഡിയോ തൊട്ട് നിങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഗീസ് ആ ഒരു ബ്രോ കൊണ്ടുവന്ന വണ്ടി നിങ്ങൾ നോക്കാം. നമ്മുടെ ലാഡ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ആ ബ്രോ തന്നെയാണ് ഗീസ്. ഇതിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തന്നത്. ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആരുടെയും കയ്യിൽ ഈ ഒരു വണ്ടി അങ്ങനെ എടുക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ബ്രോ ആണെങ്കിൽ അങ്ങനത്തെ വണ്ടി തപ്പി പിടിച്ചിട്ട് പണിഞ്ഞെടുത്താണെന്നാണ് തോന്നുന്നത്. റൂഫ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നൈസായിട്ടുള്ള ഡിസൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു നൈസ് വണ്ടി. ഞാനാണെങ്കിൽ ഓടിച്ച് നോക്കിയപ്പോൾ നല്ല ജില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വണ്ടിയായിരുന്നു. എന്തായാലും ഈ സെത്ത് കൂട്ടുകാരിൽ ഇങ്ങനത്തെ മോഡൽ വണ്ടി ഉണ്ടെന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ നിങ്ങൾ മീറ്റപ്പിൽ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള 1 ഡിസൈൻ ആയിട്ടുള്ള കാർസോ അതല്ലാതെ വിൻറ്റേജ് സാധനമൊക്കെ കൊണ്ടുവരാനായിട്ട് നോക്കുക. അന്നെങ്കിലേ നമ്മുടെ മീറ്റപ്പിന് ഒരു ത്രില്ല് വരുത്തുള്ളൂ. എന്തായാലും എല്ലാ കൂട്ടുകാരും അങ്ങനെ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമ്മുടെ ഐഡിയ ആണെങ്കിൽ നമ്മൾ താഴെ തന്നെ കൊടുത്തേക്കാം. താഴെ കമൻറ്റ് ബോക്സിൽ ഞാനൊന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം ഗൈസ്. നമ്മളെപ്പോഴും വൈകിട്ടായിരിക്കും റൂമും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഞാൻ റൂമിൽ നിൽക്കുമ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ ID വന്ന് ഫോളോ ചെയ്താൽ മതി. ഇൻസ്റ്റ ID ഞാൻ താഴെ കൊടുത്തേക്കാം. ഇൻസ്റ്റ ID കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇൻസ്റ്റ വന്ന് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് സ്റ്റോറി നോക്കുമ്പോൾ തന്നെ എപ്പോഴാണ് റൂം ഇടുന്നതെന്നൊക്കെ അറിയാനായിട്ട് പറ്റും. എന്തായാലും ഞാനാണെങ്കിൽ ഇൻസ്റ്റ ID കൊടുത്തേക്കാം. എന്തായാലും ഗൈസ് ഇവിടെ നിന്ന് ഒരു പിക്ക് എടുക്കാമെന്നാണ് ഞാൻ ആ ഒരു ബ്രോയിഡിക്ക് മെസ്സേജ് പറയാനായിട്ട് പോകുന്നത്. കാരണം കിട്ടില്ല പോലത്തെ വണ്ടി ചിലപ്പോൾ ഈ ഒരു വണ്ടിയുടെ പിക്കായിരിക്കും നിങ്ങൾ തംബ്നെയിലായിട്ട് കാണാനായിട്ട് പോകുന്നത്. അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് ഈ ഒരു വണ്ടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മസ്റ്റായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വണ്ടിക്ക് ഒരു റേറ്റിംഗ് കൊടുക്കണം. ഒരു 100ലാണ്. ഞാൻ 100ൽ 100 തന്നെയാണ് കൊടുക്കുന്നത്. കാരണം അത്രയധികം സെറ്റായിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾ 100ൽ എത്രയാണ് ഈ ഒരു വണ്ടിക്ക് കൊടുക്കുന്നതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയായിട്ടും കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് ഓടിപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണ് എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഈ ഞങ്ങൾ രണ്ടും കൂടെ ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു സെറ്റായില്ലേ, അലമ്പായോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച് നിൽക്കുവാണ്. അങ്ങനെ ഈ നമ്മളാണെങ്കിൽ അത്യാവശ്യം ഇതൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഇതേതാ വണ്ടി എന്ന് ജസ്റ്റ് ഞാൻ ചോദിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ആരും ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാ ഒരു ബ്രോയാണ് എൻ്റെ അടുത്ത് പറഞ്ഞ ബ്രോ ലാഡ എന്നാണ് ഈ വണ്ടിയുടെ പേരെന്ന്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തൊക്കെ നോക്കി. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും നിങ്ങൾ ഗൂഗിളിലും അങ്ങനെയുള്ള വിധത്തിലൊക്കെ പോയി സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ
ഈ ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ അത്യാവശ്യം കുറച്ച് പേരൊക്കെ കൊണ്ടു നടക്കത്തുള്ളൂ. ഇപ്പോഴത്തെ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ BM-ഉം അതുപോലെ തന്നെ നമ്മുടെ BM-ൻ്റെ തന്നെ പല സീരീസ് ഉണ്ടല്ലോ, അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും BM-ഉം അതുപോലെ തന്നെ നമ്മുടെ ഹോണ്ട സിവിക്ക്, ഫോർച്യൂണർ, അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ് റോവർ, അങ്ങനെയുള്ള കാർസൊക്കെ ആയിരിക്കും കൂടുതലും കൊണ്ടു നടക്കുന്നത്. ഇങ്ങനത്തെ ഉള്ള വണ്ടി കൊണ്ടു നടക്കുന്നവർ കുറച്ച് പേരാണ്. വിൻറ്റേജ് സാധനമൊക്കെ പണിഞ്ഞുകൊണ്ട് നടക്കണം ഗീസ്. അതിലാണ് സാധനമാണ് ഗീസ്. അത് നമ്മുടെ പണ്ടത്തെ മോഡൽ BM-ഒക്കെ പണിഞ്ഞ് നടക്കുന്നവരുണ്ട്. കിട്ടില്ല സാധനമാണ് ഗീസ്. അത് എനിക്കും അതിലാണ് കൂടുതലും താല്പര്യം. നിങ്ങൾക്ക് ഏതിലാണെന്ന് കൂടുതൽ താല്പര്യം ഒന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു വണ്ടിയാണെങ്കിൽ നൈസ് സാധനം. എനിക്കാണെങ്കിൽ ഈ ഒരു വണ്ടിയിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല, അത്രയധികം സെറ്റാണ് ഈ ഒരു വണ്ടി. ആ ഒരു ബ്രോ നീറ്റായിട്ടാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. ഓവറായിട്ട് നമ്മുടെ ഒരു ഡിസൈനോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊടി വെച്ചിട്ടുണ്ട്, ഒരു റൂഫ് ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഈ എന്തായാലും ഒരു തിളങ്ങി നിൽക്കുന്നുണ്ട് വണ്ടി. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് വന്നൊരു വണ്ടിയാണ് നമ്മുടെ റേഞ്ച് റോവർ. ഈ ഇടക്കാണ് നമ്മുടെ ഗെയിമിലേക്ക് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കയ്യിലാണ് റേഞ്ച് റോവർ ഇല്ല ഗൈസ്. ഇവിടെ ആയിട്ട് ഒരു റേഞ്ച് റോവർ കിടക്കുന്ന കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഓടിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നു പോലീസ് സാധനം ഒന്ന് പറയുവാണ് ഗൈസ്. കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മളാണെങ്കിൽ അത്രയധികം എഫേർട്ട് ഇട്ട് ആ ബ്രോ ആണെങ്കിൽ കൊണ്ടുവന്ന് കാണിച്ചതാണ്. എന്നിട്ട് നമുക്കാണെങ്കിൽ ഓടിക്കാനൊക്കെ തന്നു. അപ്പോൾ അങ്ങനെയെങ്കിലും പറയണമെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അത് കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഓടിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഒരു ലക്ഷറി വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഗീസ്. ഈ ഇടക്കാണ് നമ്മുടെ ഗെയിമിലേക്ക് വന്നത്. കുറേ കൂട്ടുകാർ ഇത് വന്ന ആരും അറിഞ്ഞാണ്. കുറേ കൂട്ടുകാർ എനിക്കേ ഒന്ന് മെസ്സേജ് ചോദിച്ചായിരുന്നു, ബ്രോ ഈ ഒരു വണ്ടി ഉണ്ടോ, വണ്ടി സീലിലുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ സെൻറ്റയിലാണെങ്കിൽ അങ്ങനത്തെ വണ്ടികളൊന്നുമില്ല, അധികം വണ്ടികളൊന്നും ഇല്ല. ഈ സെൻറ്റയിൽ കാണുന്ന കുറച്ച് വണ്ടീസേ ഉള്ളൂ. കുറച്ചൊക്കെ ആണെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് എടുത്തു കൊടുക്കും. അവരുടെ കയ്യിൽ വണ്ടിയില്ലെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ വണ്ടിയാണെങ്കിൽ അവർക്ക് ഞാനാണെങ്കിൽ ഷെയർ ചെയ്യാറാണ് പതിവ്. അങ്ങനെ ഗീസ് ഞാനാണെങ്കിൽ ഇവിടം വരെ ജസ്റ്റ് ഒന്ന് ബാക്കിറക്കി ഇട്ടതേ ഉള്ളൂ. എന്തായാലും ഗീസ് കൊള്ളാം, നൈസായിട്ടുള്ളൊരു വണ്ടിയാണ്. ഒറിജിനലായിട്ട് എനിക്ക് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഭാവിയിലൊക്കെ അതൊക്കെ നടന്നേക്കാം. പിന്നെ നമ്മൾ നീറ്റായിട്ടുള്ളൊരു സിവിക്ക് കണ്ടു. അധികം വർക്കൊന്നും ചെയ്യാത്തൊരു കിടിലം പോലത്തെ സാധനം. മിക്കതും നീറ്റായിട്ട് കൊണ്ടു നടക്കുന്നതാണ് ഗീസ് നല്ലത്. കാരണം ഇപ്പോഴൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഫുള്ളായിട്ട് കോളനി ഡിസൈൻസാണ്. നിങ്ങൾ സെല്ലേഴ്സിൻ്റെ ഇന്ന് മേടിക്കുവാണെങ്കിൽ കൂടി ഫുള്ളായിട്ട് അവർ കോപ്പി പേസ്റ്റ് ചെയ്താണ് കൊടുക്കുന്നത്. എന്നാലും ക്രേസിന് മേടിച്ച് വെക്കുന്നവരുണ്ട്. അത് നല്ലതാണ്, നല്ലതല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് 1 ആയിട്ടുള്ളൊരു ഡിസൈനെങ്കിലും വേണം. ജസ്റ്റ് അതൊക്കെ പണിയിച്ച് വെക്കാനായിട്ട് നോക്കുക. അങ്ങനെ ഈ ഇവിടെ നിന്ന് നമ്മൾ പോകാനാണ്. കാരണം കുറേ നേരം നമ്മൾ ഇവിടെ ഇനി നമുക്ക് ബോട്ടൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകാം. ഇവിടെ എല്ലാം വിളിച്ചുകൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ പോവുകയാണെങ്കിൽ കുറച്ച് പേരെ എൻ്റെ കൂടെ വരത്തുള്ളൂ. എന്തായാലും എല്ലാവർക്കെങ്കിലും വരാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ കുറച്ച് പോയിട്ട് നൈസായിട്ട് ഹോണും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. എന്നാൽ മാത്രം ഇവരൊക്കെ വരത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു മഞ്ഞ കിളിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ കിളി എന്തായാലും തിരിച്ചു വരുമായിരിക്കും. എന്തായാലും അതുപോലെ തന്നെ വേറൊരു സിവിക്കാണെന്ന് തോന്നുന്നു അതിൻ്റെ ബാക്കിലേ പോയത്. എന്തായാലും അവരെല്ലാം വന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം അവർ വന്നാൽ മാത്രമേ നമുക്ക് അവിടെ ചെന്ന് നല്ലൊരു ലൈനപ്പായിട്ട് നിർത്താനുള്ളൊരു മൈൻഡിലാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഇത് അവിടെ ചെല്ലുമ്പോൾ പൊളിയോ നടക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം. മാക്സിമം നിങ്ങൾ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും പോസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം. ഇന്നലെ ആണെങ്കിൽ ഒരു ബ്രോ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി. പക്ഷേ എല്ലാ കൂട്ടുകാർക്കും അങ്ങനെ പ്രശ്നമാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മാറ്റി ചെയ്യാം. ഞാനാണെങ്കിൽ വേറൊരാൾ സംസാരിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ഗൈസ് എന്തായാലും നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ പറയുന്ന കണക്കേ ഞാൻ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പം വേറൊരു ബ്രോ ആണെങ്കിൽ BM-ആയിട്ട് തിരിച്ചങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ആ ഒരു ബ്രോയും തിരിച്ചു വരും. അങ്ങനെ ഈ ലൈനപ്പ് ആക്കാനായിട്ട് പറയാനായിട്ട് പോവാണ്. വണ്ടി ഇടുന്നതിന് മുമ്പ് പറഞ്ഞതിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഇവർ ഫുള്ളായിട്ട് അലമ്പാകും. ഇപ്പം തന്നെ അലമ്പാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും എന്തെങ്കിലും ഫ്രണ്ടിലോട്ടൊക്കെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഇടക്കാണ് എൻ്റെ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് ആ സൈഡിലായിട്ടുള്ള ആ ഒരു ഗ്രില്ല് കണക്ക് സംഭവം ഇടിച്ച് അങ്ങോട്ട് തെറിപ്പിച്ച് കളഞ്ഞു. അത് ഏത് ബ്രോ ആണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം, ഈ ഫണ്ണാണ്. കാരണം കളിക്കുമ്പോഴാണെങ്കിൽ ഒടുക്കത്തെ രസമാണ്. നിങ്ങൾ മീറ്റപ്പിലൊക്കെ വരാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ ഫണ്ണൊക്കെ ചെയ്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളാണെങ്കിൽ വണ്ടി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇട്ടിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയാണ്. എല്ലാവരും വന്ന് വണ്ടി പാർക്ക് ചെയ്യുമോ ഇല്ലയോ നമുക്ക് നോക്കാം. എന്തായാലും റേഞ്ച് റോവർ ആണെങ്കിൽ ബാക്കോട്ടും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ വേറൊരു വണ്ടി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ വരുന്നുണ്ട്. ഗീസ് എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല. അങ്ങനെ ഒരു പിങ്ക് ബാന്തറിൻ്റെ വണ്ടിയുണ്ട്. പിന്നെ ഒരു BM ആണ് അതിൻ്റെ ഇടക്കോട്ട് കയറ്റിയിട്ടുണ്ട്. പലതും അലമ്പ് തന്നെയാണ് ഗീസ് കാണിക്കുന്നത്. ഫുള്ളായിട്ട് അലമ്പാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു മച്ചാനാണ് ആ BM എടുത്ത് കറക്കി ആ വരി ഫുൾ അങ്ങോട്ട് ഇടിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പോളോ വന്നു ഗീസ്. ഇത് നൈസ് പോളോ ആണ്. പക്ഷേ ഇതും കോളനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഗെയിമിലുള്ള ഏത് ഡിസൈനിലെ കാർ ഇറക്കിയാലും അത് അപ്പം കോളനിയാവും. എൻ്റെ വണ്ടിയാണെങ്കിൽ എൻ്റെ BM-ൻ്റെ കഥകളിയുടെ വണ്ടി നിങ്ങളെല്ലാവരും കണ്ടു കാണും.
ആ ഒരു ഡിസൈൻ ആണെങ്കിൽ മിക്ക കൂട്ടുകാർ സെയിൽ ചെയ്യാൻ നോക്കിയായിരുന്നു, അതേപോലെ തന്നെ കോപ്പി അടിച്ച് സെല്ല് ചെയ്യാനായിട്ട് നോക്കിയായിരുന്നു. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഈ നമ്മൾ 1-on-1 ചെയ്യിക്കുന്നത് പൈസ കൊടുത്തൊക്കെയാണ്. അപ്പോഴത്തേക്കും അത് കോപ്പി അടിച്ച് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരും. അത് നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കുക. സെല്ലേഴ്സിനോടാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. എന്തായാലും വെറുതെ ഒരു വൈരാഗ്യം അങ്ങനെയൊന്നും വെച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ നോക്കുക. പിന്നെ തെറിവിളിയായി ഇങ്ങനെ കുറേ പ്രശ്നത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ ഞാനായിട്ടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ അപ്പം തന്നെ തീർക്കുകയും ചെയ്തു. പിന്നെ നമ്മളാണെങ്കിൽ ആ വഴിക്കൊന്നും പോയിട്ടില്ല. അപ്പോഴത്തേക്കും കേസ് എന്തായാലും ഇവർ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ വിടുക, ഞാൻ ചുമ്മാ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പോളവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും ബാക്കിൽ കൊണ്ടിടാനായിരിക്കും. എല്ലാവരും അലമ്പായിട്ടാണ് കേസ് ഇടുന്നത്. ഇനി ലൈനപ്പായിട്ട് ഇട്ടിട്ട് എന്ത് കാര്യം കേസ്. ഞാനാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വള്ളം കണക്ക് വരുന്ന രീതിക്ക് സെറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞാണ് നിന്നത്. പക്ഷേ ഒരു പരിപാടിയും നടന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ വേറൊരു ഒരു പോളോ ആണെങ്കിൽ അവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ്. പിന്നെ ഞാൻ അവിടെ നിന്നൊക്കെ പോയി കേസ്. അവിടെ നിന്നൊക്കെ നമ്മൾ നേരെ മല കയറാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു വണ്ടിയും വെച്ചുകൊണ്ട് മല കയറാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഓഫ് റോഡ് കയറാനായിട്ട് ഭയങ്കര പാടാണ്. എരച്ചരച്ചാണ് നിൽക്കുന്നത്. ഞാൻ വലിച്ച് കയറ്റുവാണ്, പക്ഷെ എന്നിട്ടും കയറുന്നില്ല. ഇവിടം കഴിഞ്ഞപ്പോൾ തൊട്ടും വണ്ടി പമ്മാൻ തുടങ്ങി. അങ്ങോട്ട് കയറാതെ ഇങ്ങനെ പാളിപ്പാളി നിൽക്കുവാണ്. ഓഫ് റോഡ് ട്രിപ്പ് അല്ലായിരുന്നെങ്കിൽ കൂടി നമ്മൾ അവിടെ നിന്ന് എല്ലാവരെയും വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഈ എല്ലാ കൂട്ടുകാരും എൻ്റെ പുറകെ വരുന്നുണ്ട്. കുറേ കൂട്ടുകാർക്കൊന്നും അവരുടെ വണ്ടിയും കയറുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഏതോ ഒരു സിവിക്കൊക്കെ ആണെന്ന് തോന്നുന്നു. ആദ്യം ഒട്ടുപോലെ അതൊക്കെ കയറിപ്പോകുന്നു. അവിടെ BM കയറുന്നില്ല, സിവിക്ക് കയറുന്ന നിങ്ങൾ നോക്കുക. നൈസായിട്ട് പുള്ളിയുടെ വണ്ടി കയറിപ്പോകുന്നുണ്ട്. നമ്മുടെ വണ്ടിയാണെങ്കിൽ കയറുന്ന പോലും ഇല്ല. എന്തായാലും നമ്മൾ ബാക്ക് ഇറക്കിയിട്ട് ഒരു ഗ്രൗണ്ടിൽ പോകുന്ന രീതിക്ക് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അതേ നടക്കത്തുള്ളൂ ഗീസ്, അല്ലാതെ ഈ പരിപാടിയൊന്നും നടക്കത്തില്ല. ഞാനാണെങ്കിൽ ഇട്ടങ്ങോട്ട് ഇരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യം ഗീസ്, ഒരു കാര്യവും ഇല്ല. നമ്മളാണെങ്കിൽ ജസ്റ്റ് ബാക്ക് ഇറക്കിയിട്ട് നേരെ തിരിച്ചു പോവുകയാണ്. ഇനി ആ പരിപാടി നടക്കത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു മസ്താങ്ക് കൊണ്ട് കയറ്റിയിട്ടുണ്ട്. നൈസായിട്ട് ഡിസൈൻ ചെയ്ത ഒരു മസ്താങ്കാണ്. പുള്ളിയാണെങ്കിൽ അവിടെ നിന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രോയാണ് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ പേര് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, മെസ്സേജ് നോക്കുന്നില്ല ബ്രോ, എന്താണ് ബ്രോ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഈ ഒരു ദിവസം തന്നെ കുറേയധികം മെസ്സേജാണ് വരുന്നത്. പൂരിയാവും വേറെ നമ്മൾ നോക്കുന്നതായിരിക്കും. എന്തായാലും വൈകാതെ തന്നെ നിങ്ങളുടെ എല്ലാവരെയും നോക്കുന്നതായിരിക്കും. ഇൻസ്റ്റ ID ഞാൻ താഴെ കൊടുത്തേക്കാം ഗൈസ്. നിങ്ങൾ ഇൻസ്റ്റ ഒന്ന് സ്റ്റോറി ചെക്കൗട്ട് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി മീറ്റപ്പിന് വരാനായിട്ട് പറ്റും. പിന്നെ ഗൈസ് നമ്മൾ ഡെയിലി മീറ്റപ്പിൻ്റെ വീഡിയോ ഇടുന്ന കാരണം പോസ്റ്റ് വല്ലതും ഉണ്ടോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പോസ്റ്റ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ അടുക്ക് ഒരു സിവിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ സിവിക്കാണെന്ന് പറയത്തില്ല, അങ്ങനെ എന്തോ ഡിസൈനൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം പെട്ടെന്ന് കണ്ടാൽ നമുക്ക് തിരിച്ചറിയത്തില്ല. അടുത്തൊന്നും നോക്കിയാൽ അറിയാം ഗൈസ്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പെട്ടെന്ന് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അത് BM ആണെന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് തന്നെ ആ ബ്രോ വെച്ചലക്കി പോയിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടുത്തമില്ല. നമ്മൾ ആ ബ്രോയുടെ പുറകെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവരെ എല്ലാവരെയും കൂടെ വിളിച്ച് നിർത്താൻ കേസ്. അല്ലാതെ മേലോട്ട് കയറാനായിട്ട് പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം ഇത് ഓഫ് റോഡ് വണ്ടിയല്ല. അത് കാരണം തന്നെ മേലോട്ട് കയറാൻ ഭയങ്കര പാടാണ്. BM ഒക്കെ വലിച്ച് കയറ്റുക എന്നൊക്കെ പറയുമ്പം അത്രയധികം പാടാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കുവാണെങ്കിൽ ചിലപ്പോൾ കയറുമായിരിക്കാം, എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം കേസ്. അങ്ങനെ ഞാനാണെങ്കിൽ ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ വണ്ടി ജസ്റ്റ് ഒന്ന് പാളിപ്പാളിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില കൂട്ടുകാർക്കാണെങ്കിൽ നമ്മുടെ കൂടെ വരാനും പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞാൻ അവിടെ കയറിയിട്ട് ഇറങ്ങി വന്നപ്പം ഒരു ബ്രോ കമൻറ്റ് ചെയ്തതാണ് എൻ്റെ വണ്ടി കയറുന്നില്ലെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ജസ്റ്റ് ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളാണെങ്കിൽ സൈഡിൽ മാറി നിൽക്കാനായിട്ട് പോവാണ്. എല്ലാ കൂട്ടുകാരും വരട്ടെ. ഈ ഒരു ലോഡ് ആളുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് പോകെ കാണാനായിട്ട് പറ്റും. ഫുള്ളായിട്ട് വണ്ടി ചെളിയായിട്ടുണ്ട്. അതിൻ്റെ മണ്ടക്കോട്ട് വലിച്ച് കയറ്റിയതാണ്. ഇപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യവും ഇല്ലായിരുന്നു അതിൻ്റെ മണ്ടക്കോട്ട് കയറേണ്ടതെന്നാണ് കേസ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിചാരിക്കുന്നത്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും കുറേ പേര് വരുന്നുണ്ട് കേസ്. ഇഷ്ടം പോലെ പേരാണ് നമ്മുടെ കൂടെ വന്നത്. അവർക്ക് ആർക്കും ആ മല കയറാനായിട്ട് പറ്റത്തില്ല. പിന്നെ LC ഒക്കെ ഉള്ള കൂട്ടുകാരാണെങ്കിൽ കയറിപ്പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. LC ഒക്കെ കയറിപ്പോവും. അല്ലാതെ ചില വണ്ടികളൊന്നും കയറി പോകാനായിട്ട് ചാൻസ് കുറവാണ്. എല്ലാവരും വണ്ടി കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ ഡയറി മിൽക്ക് എന്ന് എഴുതിയ ഒരു സിവിക്ക് നിങ്ങൾ കണ്ടു കാണും. ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്ത് റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡയറി മിൽക്ക് എന്ന് എല്ലായിടത്തും വലിച്ചു വാരി എഴുതിയിരിക്കുവാണ്. എന്തായാലും ഈ കൊള്ളാം, വെറൈറ്റിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെയൊക്കെ വണ്ടി റെയറാണ്. ആരെയും കയ്യിലില്ല. ഡിസൈൻ അല്ല നമുക്ക് പ്രധാനം. ആ ഒരു ബ്രോയുടെ ക്രിയേറ്റിവിറ്റിയിൽ ഫുള്ള് ഡയറി മിൽക്ക് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. എന്നാലും കൊള്ളാൻ ഒരു നൈസ് വണ്ടിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ആ ബ്രോ ഒന്ന് ചോദിക്കുന്നുണ്ട് വണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഈ ബ്രോയുടെയാണ് വണ്ടി, സിവിക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനായിട്ട് പറ്റിയില്ല. അത് കാരണം ഞാനൊരു ഇമോജി ഇട്ട് കൊടുത്താണ്. കാരണം നമ്മളാണെങ്കിൽ ഒരു വട്ടം ടൈപ്പ് ചെയ്താണ്.
പിന്നെയും കീബോർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പോസ്റ്റ് വരും. അത് കാരണമാണ് നമ്മൾ ടൈപ്പ് ചെയ്യാത്തത്. എന്തായാലും ഈ ഇത്രയധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് മീറ്റപ്പിൽ നിങ്ങളും വരാനായിട്ട് ശ്രമിക്കാം. എന്നാലും ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഇൻസ്റ്റ ഐ ഡി ഞാനാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാൻ. വേണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. വൈകിട്ടായിരിക്കും നമ്മൾ റൂം ഇടുന്നത്. റൂമിൻ്റെ ഐഡിയും പാസ്വേഡും ഇൻസ്റ്റ സ്റ്റോറി ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.